ഇന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എന്നെപ്പോലെ ഏതൊരു മലയാളിയും നമ്മുടെ അർജുനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും സന്തോഷിച്ചിരിക്കാം. കാരണം കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നമ്മൾ ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. ആരുടെ കൂടെ നിൽക്കും, ആര് പറയുന്നതാണ് ശരി, ആരെയും നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. ഒന്ന് നമ്മുടെ അർജുൻ്റെ കുടുംബമാണ്, ഒന്ന് അർജുനെ സ്വന്തം സഹോദര തുല്യം സ്നേഹിക്കുന്ന മനാഫ്കയാണ്. നമ്മുടെ സമൂഹം പോലും 2 തട്ടിലായി. കുറച്ച് പേർ അർജുൻ്റെ കുടുംബത്തോട് നിന്നപ്പോൾ കുറച്ച് പേർ നമ്മുടെ മനാഫ്കയോട് ഉറച്ചു നിന്നു. പക്ഷേ ഇതിൽ രണ്ടിലും പെടാതെ ആരെ കൂടെ നിൽക്കുന്ന അറിയാതെ വിഷമിച്ചിരുന്ന കുറേ പേരും കൂടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഞാനും. കാരണം നമ്മൾ മീഡിയയിൽ കൂടിയാണെങ്കിൽ പോലും 2 പേരുടെയും ദുഃഖങ്ങൾ കാണുന്നു. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ കാണുമ്പോഴാണെങ്കിലും ന്യൂസ് ചാനൽ കാണുകയാണെങ്കിലും ഒക്കെ ഈ ഒരു ന്യൂസ് മാത്രം അത്രത്തോളം വേദനിപ്പിച്ചൊരു വാർത്ത. നമ്മുടെ അർജുൻ്റെ ആത്മാവിന് പോലും വിഷമമായിട്ടുണ്ടാവും. അർജുൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവർ ആ 2 കുടുംബങ്ങളും ഒന്നായിട്ട് അർജുനെ നേടാൻ വേണ്ടി, അർജുനെ ഷിരൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചതുപോലെ വീണ്ടും ഒന്നിക്കുവാൻ, വീണ്ടും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും അർജുൻ്റെ ആത്മാവ് കരഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ടാവും ദൈവത്തിനോട്. അതുപോലെ ദൈവം ആ ഒരു വിളി കേട്ടു. കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ പ്രൈം ടൈം ന്യൂസ് എൻകൗണ്ടറിൽ റിപ്പോർട്ടറായ ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മുടെ മനാഫ്കയോട് ചോദിച്ചു, ഒന്നുപോയി അർജുനു വേണ്ടി ഷിരൂരിൽ 72 ദിവസം ബാക്കിയെല്ലാം ഉപേക്ഷിച്ച്, സ്വന്തം കുടുംബത്തെയോ ബിസിനസ്സിനെയോ ഉപേക്ഷിച്ച് നിന്ന മനാഫ്കയ്ക്ക് പിന്നെ എന്തുകൊണ്ട് ആ കുടുംബത്തിനെ പോയി കാണാൻ പറ്റില്ല? അദ്ദേഹം പോയി കണ്ടു, പരാതിയും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു തീർത്തു. ആ കുടുംബത്തിനെയും മനാഫ്കയും പോലെ നമ്മൾ സന്തോഷിക്കുന്നു ആ ഒരു ഒത്തുചേരൽ. ഈ ഒരു ഒത്തുചേരൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്, കണ്ണീരാണ്. ഈ ഒരു 3-4 ദിവസമായിട്ട് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വേദനകൾക്ക് അവസാനമാണ്. ഇനി എന്തായാലും മുന്നോട്ട് ഇതുപോലെ തന്നെ ഒന്നിച്ച് നമ്മുടെ അർജുൻ്റെ കുടുംബവും മനാഫ്കയും ഓരോ കാര്യത്തിനും ഒരുമിച്ചുണ്ടാവട്ടെ, ഒന്നിച്ചാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രമാത്രം.